കെ.പി.സി.സി അധ്യക്ഷനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസിൽ ചൂടുപിടിക്കവേ അങ്ങ് ദില്ലിയിൽ വളരെ സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുകയാണ്. കോൺഗ്രസിൽ എന്നും രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയായിട്ടുള്ള സ്ഥലമാണ് ദില്ലി. കേരളത്തിലെ സുപ്രധാന തീരുമാനങ്ങൾക്കെല്ലാം അന്തിമ തീരുമാനം നൽകുന്നത് ദില്ലിയിലിരിക്കുന്ന ഹൈക്കമാൻഡാണല്ലോ. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ അത് കെ.സി. വേണുഗോപാലാണ്. കെ.പി.സി.സി അധ്യക്ഷനെ തീരുമാനിക്കുന്നതിലും അവസാന വാക്ക് കെ.സി. ആകാനാണ് സാധ്യത. അപ്പോഴാണ് കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് തുടക്കം മുതൽ പറഞ്ഞു കേൾക്കുന്ന മാത്യു കുഴൽനാടൻ കെ.സി. വേണുഗോപാലുമായി നടത്തിയ കൂടിക്കാഴ്ച ചർച്ചകളിൽ ഇടം പിടിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദില്ലിയിലെത്തിയ മാത്യു കെ.സിയുടെ വീട്ടിലെത്തിയാണ് നിർണായക നീക്കം നടത്തിയിരിക്കുന്നത്. കെ.സി. പക്ഷത്ത് നിന്ന് കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന പ്രധാന പേരാണ് മാത്യുവിൻ്റേത്. സതീശൻ മന്ത്രിസഭയിൽ അംഗമായതു മുതൽ അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ സണ്ണി ജോസഫ് സന്നദ്ധത അറിയിച്ചതാണ്. എന്നാൽ സ്ഥാനമോഹികൾ ധാരാളമുള്ളതിനാലും ഗ്രൂപ്പ് പോരും ഒക്കെ കാരണം ഒറ്റ പേരിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഹൈക്കമാൻഡ് കൊണ്ടുപിടിച്ച ചർച്ചകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നടത്തുന്നുമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം വി.ഡി. സതീശന് പോയതോടെ കെ.പി.സി.സി അധ്യക്ഷനെ നിശ്ചയിക്കുന്നതിൽ കെ.സിയുടെ നിലപാടിന് മുൻതൂക്കം ലഭിക്കുമെന്നാണ് കരുതുന്നത്. കെ.സി. ഒരു പേര് മുന്നോട്ട് വെച്ചാൽ അത് ഹൈക്കമാൻഡിന് തള്ളിക്കളയാനാകില്ല. കെ.സിയുടെ മനസ്സിൽ ആദ്യമുള്ള പേര് മാത്യു ആണ്. യു.ഡി.എഫ് മന്ത്രിസഭയിലേക്ക് മാത്യുവിന്റെ പേര് പറഞ്ഞു കേട്ടെങ്കിലും മറ്റു പല കാര്യങ്ങളും പരിഗണിച്ചപ്പോൾ ഒഴിവായിപ്പോയി. അതോടെയാണ് കെ.പി.സി.സി അധ്യക്ഷ പദവിയിലേക്ക് നോട്ടമിട്ടത്. യുവ നേതാവ് എന്നതാണ് മാത്യുവിന് അനുകൂല ഘടകം. പക്ഷേ സീനിയോറിറ്റി പരിഗണിച്ചാൽ കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹന്നാൻ, ജോസഫ് വാഴക്കൻ, ആന്റോ ആന്റണി, അടൂർ പ്രകാശ്, ഷാഫി പറമ്പിൽ അങ്ങനെ ഒരു പിടി നേതാക്കൾ സ്ഥാനമോഹവുമായി ഹൈക്കമാൻഡിനെ കണ്ട് നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതുപോലെ കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി അധ്യക്ഷനെ നിശ്ചയിക്കാനാണ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ദേശിക്കുന്നത്. പാർലമെന്റ് സമ്മേളനം ഈ മാസം 13 അവസാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചർച്ചകളിലേക്ക് അന്തിമമായി കടക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. അങ്ങനെയെങ്കിൽ അടുത്തയാഴ്ചയോടെ കെ.പി.സി.സി അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതാവുന്നത്. കെ.സിയുടെ വിശ്വസ്തനായ മാത്യു പാർട്ടിയുടെ തലപ്പത്ത് വന്നാൽ അത് ഭരണത്തെ ബാധിക്കുമെന്ന ആശങ്ക വി.ഡി. പക്ഷത്തിനുണ്ട്. മുഖ്യമന്ത്രി ചർച്ചയിൽ കെ.സിയെ പരസ്യമായി പിന്തുണച്ച് രംഗത്ത് വന്ന എം.എൽ.എ ആയിരുന്നു മാത്യു കുഴൽനാടൻ. കെ.സി ഗ്രൂപ്പിന്റെ മാനേജരായി പ്രവർത്തിച്ചതും നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതുമെല്ലാം മാത്യു ആയിരുന്നു. അതിനാൽ മറ്റൊരാൾ വേണമെന്നാണ് സതീശനും ചെന്നിത്തലയും ആഗ്രഹിക്കുന്നത്. പക്ഷേ സതീശന് മുന്നോട്ട് വയ്ക്കാൻ ഒരു പേരില്ല. എന്നാൽ ജോസഫ് വാഴക്കനെ അധ്യക്ഷനാക്കാനാണ് രമേശ് ചെന്നിത്തലയുടെ ആഗ്രഹം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ സീറ്റ് ഉറപ്പിച്ച് പോസ്റ്റർ അടിച്ച് കാത്തിരുന്ന വാഴക്കന് അവസാന നിമിഷം സീറ്റ് നിഷേധിച്ചത് കടുത്ത അനീതിയായെന്ന് അന്ന് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. അതിനു പകരം കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനം തന്റെ വിശ്വസ്തനായ വാഴക്കന് നൽകണമെന്നാണ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത്. വാഴക്കനെ അധ്യക്ഷനാക്കുന്നതിനോട് സതീശനും എതിർപ്പില്ല എന്നതാണ് സത്യം. എന്തായാലും കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ സണ്ണി ജോസഫിന് പകരക്കാരനായി ആര് വരുമെന്ന ആകാംക്ഷയിൽ കാത്തിരിപ്പ് തുടരുകയാണ് അണികൾ.